അവിടെ ചോദിച്ചാലാടാ പൊട്ടാ ഞാൻ പറയാറുന്നേ. ഞാൻ പിന്നെ എന്തൊരു തൊലി പറയും. ഞാൻ ഇൻട്രോവേർട്ടാണ്. ഞാൻ കുതിരയുടെ അടുത്ത് പേരുണ്ട് തടവൊക്കെ തട. നമ്മളെ ചാനൽ നേരത്തെ കണ്ടിട്ടില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വലിയ ആരും കാണാറൊന്നുമില്ല. നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് കാണാം. ചവിട്ടോടി എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാണോ ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി തലവഴിക്കാട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. Hello everyone, welcome to Beta Frame and mostly welcome to our program Chat for Chai. നേരെ പറയണേ, നീ എന്തിനും പറ, ഇതൊക്കെ കഷ്ടപ്പാടാണ്. അങ്ങനെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ആരെ കാണിക്കണം കണ്ണാടി വെച്ചിരിക്കണ ഒരു പാട്ടിടാ കൈ. ഓടെ ശരിയടേ. അങ്ങനെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ചാറ്റ് ഫോർ ചായയുടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും നാൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് നമ്മൾ ചായ വാങ്ങിച്ചു കൊടുക്കായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ആരെങ്കിലും ചായ വാങ്ങിച്ചു തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനിവിടെ വെറുതെ നിന്ന് നമുക്ക് പറ്റില്ല. ഞാൻ അന്തസ്സായിട്ട് പോയി തെണ്ടാൻ പോവാ. ചേട്ടാ രാവിലെ വല്ലതൊന്നും കഴിച്ചിട്ടില്ല, ഒരു കുറച്ച് ചായയെങ്കിലും വാങ്ങിച്ചു തരും. സംഭവം മനസ്സിലായി, കുഴപ്പമില്ല, വാങ്ങിച്ചു തരാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. എടാ, രണ്ട് കാലിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് രണ്ട് കൈ തുടയോട് ചേർത്ത് വെച്ചിട്ട് ഇത് പറയടാ. എന്നിട്ട് 3 ബെല്ലടിക്കുമ്പോൾ പുസ്തകം എടുത്തിട്ട് ഇറങ്ങി ഓടിയാൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ട്രൈ ചെയ്ത് നോക്കാം. ചന്തു, വിപിൻ ചന്തു. ചന്തു, ഓക്കെ. എൻ്റെ പേര് ബിലാൽ. തിരക്കാണോ? സോൾവ് ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കും. ഫിനിഷ് ചെയ്താൽ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് വരും. നമ്മളെ ഉടായിപ്പാക്കാൻ നോക്കണ്ട. ഓ, ജിം ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ട്രെയിനറായിട്ട് നിൽക്കുകയാണ്. ഞാനും കുറച്ച് നാളുകൊണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഹായ്, തിരക്കാണോ? ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, തിരക്കാണോ? ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? ശംഖുമോഹനുണ്ട്, ഒരുപാട് മാറിപ്പോയല്ലേ? നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ശംഖുമോഹൻ? നേരത്തെ കണ്ടതിനെ കിട്ടി ഒരുപാട് മാറിപ്പോയല്ലേ? ഇത്രയും കടകളൊന്നുമില്ലല്ലോ. ഞാനും കുറെ ആൾക്ക് ശേഷം ഇന്നാ വരണം. അനന്തു. ഓ, ബ്രോയുടെ ആകാശ്. പഠിക്കുകയാണോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നു. എന്തിനാ? ഞാൻ ഇവിടെ ഉദയ സ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. ഉദയ സ്യൂട്ട്, അതായത് എയർപോർട്ടിലേക്ക് കാറ്ററിംഗ് നടത്തുന്ന ഒരു കമ്പനി. ഓ, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കണ്ടേ? പഠിക്കാ? ഞാൻ SBI ഞാൻ ഇവന്റ് മാനേജ്മെന്റ്. എല്ലാരും എംപ്ലോയീസ് ആണ് അപ്പൊ. ഓടാ കൺവിൻസിങ്. ചേട്ടൻ തുടങ്ങിയായിരുന്നു. നടപടിയാകത്തില്ല, ഇത് ഫുള്ള് റെഗുലറാക്കുന്ന പരിപാടിയല്ലേ? അതെ, അത് നടക്കത്തില്ല. നോക്കണ്ടേ? ട്രൈ ചെയ്താ എന്താ കിട്ടാത്ത? പൗലോ പോലും എന്താ പറഞ്ഞേ? ക്യാമറ വെച്ചവന്മാര് പറയല്ലേ, ക്യാമറ ഓഫ് ആക്കി എന്തൊക്കെയാ നഗ്ന സത്യങ്ങൾ പറയാന്നൊക്കെ പറയാണ്. ഇതിന്റെ സ്ഥലത്ത് നിങ്ങൾ ഒളിക്കാൻ പറയാൻ പറ്റുന്നെങ്കിൽ കുറെ കണ്ടന്റ് അതൊരു ഒളി ക്യാമറ വീരനാണെന്ന് തോന്നുന്നല്ലോ. ഡംബിൾസ് വെച്ച് അമ്മാനമാടും പോലെ അല്ലല്ലേ? അല്ല ബ്രോ എന്താണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. ഈ നിപ്പ് കഴിഞ്ഞ് ഇറങ്ങണിയൊന്നുമില്ല. നിപ്പ് കഴിഞ്ഞിട്ട് പകൽ സമയങ്ങൾ നിപ്പ് കഴിഞ്ഞിട്ട് വേറെന്താ പരിപാടി? നീ നിപ്പ് കഴിഞ്ഞിട്ട് വേറെന്താ പരിപാടിയെന്ന് അടുത്ത വേറെ പോയി നിൽക്ക്. കോമ്പറ്റീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഈ ലാസ്റ്റ് കൊല്ലം ഇറങ്ങി. ഓ,
കരുനാഗപ്പള്ളി കിട്ടിയായിരുന്നോ? ഇതൊരു സെക്കൻഡ് റേ തന്നു. ടൈറ്റിലൊന്നും അടിച്ചില്ല. ഈ വർഷം ഇനിയിപ്പം ചെയ്യണം. ക്യാമറ ഓഫ് ആക്കിയേ. പുള്ളി എന്തൊക്കെയാ പറയാന്ന് കേട്ടാ. ഇനി നിനക്ക് പറയാനുള്ള പറഞ്ഞോ. പറയൂ ആകാശ്, പറ. എനിക്ക് ഇവനെ പറ്റിയല്ലേ പറയാനുള്ളത്? അവനെ പറ്റി പറയാന്ന് വെച്ചാ ഒന്നുമില്ല പറയാൻ മാത്രമല്ല. പറയാൻ മാത്രമൊന്നുമില്ല, എന്തൊക്കെയോ ഉണ്ട്. അവന്റെ ചേട്ടനാണ്, സ്വന്തം ചേട്ടൻ. ചെറുതായിട്ട് ഇനി 2 മിനിറ്റ് ഉണ്ട്. ഞാൻ വെറുതെ കുത്തിപ്പിടിക്കാന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ചേട്ടൻ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ ജോലി സ്ഥലത്തെ വിശേഷങ്ങൾ. പട്ടിപ്പണിയാണ്. ഒരു എൻജോയ്മെന്റ് ഒന്നുമില്ല. 12 മണിക്കൂർ ഡ്യൂട്ടി. കൊല്ലങ്കാട് മാനം കളഞ്ഞു. ശരി, കണ്ടതിൽ സന്തോഷം. ഓക്കെ ആടോ. വീട്ടുപോലെ തിന്ന ഒരാളെ ഇല്ല എന്നൊരിക്കലും പറയത്തില്ല. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നമ്മള് സാധാരണ നമ്മൾ അങ്ങോട്ടാണ് ഓരോരുത്തരെ കൺവിൻസ് ചെയ്ത് വിളിച്ചുകൊണ്ട് ചായ ഇപ്പോഴേ ഇങ്ങോട്ടായിരിക്കും വാങ്ങിച്ചിരുന്നോ? ജസ്റ്റ് എത്ര വേണ്ട മതി. മഴക്കുറവുണ്ടല്ലേ? നിനക്ക് വിഷയണേ ഞാൻ കേട്ടോ. അപ്പൊ ശരി, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇതിൽ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.